ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാനയൊക്കെ അഭിനയിച്ച കുബേര OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. 3 മണിക്കൂറാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ബൈലിംഗ്വൽ ആണ്, തമിഴിലും തെലുങ്കിലും സൈമൾട്ടേനിയസ്ലി എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. സിമ്പിൾ ആൻഡ് ഷോർട്ട് ആയിട്ട് പറയണമെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് ഫോളോഡ് ബൈ ആൻ അൺബിയറബിൾ പാസം ഓവർലോഡ് തട്ടിക്കൂട്ട് വെറുപ്പിക്കൽ ക്രിഞ്ച് ഫെസ്റ്റ് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം. അതിനുള്ള റീസൺ ഈ പറഞ്ഞ കാസ്റ്റിൽ ഒരു മെമ്പർ തന്നെയാണ്. ആരാത് എല്ലാവർക്കും അറിയാലോ, ഊഹിക്കാവുന്നതേ ഉള്ളൂ. എക്സാക്ട് ആയി പറയണമെന്ന് വെച്ചാൽ 1 മണിക്കൂർ ഈ പടം കിടിലനായിരുന്നു. കാരണം ആ 1 മണിക്കൂർ രശ്മിക മന്ദാന സൈസ് ഇല്ല. വന്നപ്പോ തൊട്ട് നന്നായി അഭിനയിക്കുന്നവര് വരെ ക്രിഞ്ച് ഫെസ്റ്റിലോട്ട് പോയി. സിനിമയുടെ ജോണറെ ഷിഫ്റ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നേരം ധനുഷും അതേപോലെ തന്നെ നാഗാർജുനും അടിപൊളിയായി പെർഫോം ചെയ്തായിരുന്നു. അവര് വരെ കോമാളിത്തരം കാണിക്കാൻ വേണ്ടി തുടങ്ങി. കോമാളിത്തരം, കോപ്രായത്തരം, വെറുപ്പിക്കല്, ക്രിഞ്ച് ഫെസ്റ്റ്. ഇതിൽ PhD എടുത്ത ആളാണ് നമ്മുടെ രശ്മിക മന്ദാന ചാച്ചി. സോ ലോജിക്കലി കുറെ മിസ്റ്റേക്സ് ഒക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാം. ഈ ജനറേഷനിലെ ഗിഫ്റ്റഡ് ആക്ടർ എന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ് രശ്മിക മന്ദാന. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ബിഗ് ഫിലിംസ് തലപതി വിജയ്, രൺബീർ കപൂർ, അതേപോലത്തെ ധനുഷിന്റെ ഒപ്പം അല്ലു അർജുന്റെ ഒപ്പം വിക്കി കൗശാലിനൊപ്പം ഒക്കെ അഭിനയിച്ച ആളാണ്. പക്ഷെ എന്താണ്, നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ നേരെ ATM-ലോട്ട് പോകും. ഡയറക്ടർമാർ ക്രിഞ്ച് ഫെസ്റ്റ് വേണമെങ്കിൽ നേരെ രശ്മിക മന്ദാനയുടെ അടുത്ത് വരുന്നു വേണമെങ്കിൽ പറയാം. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സോ ധനുഷിന്റെ പെർഫോമൻസ് വൈസ് ആദ്യം ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ കണക്കന്നെയാണ്. ഒരിക്കലും ധനുഷിന്റെ ലൈഫ് ടൈം ബെസ്റ്റ് അല്ലെങ്കിൽ കരിയർ ബെസ്റ്റ് പറയാനുള്ള പെർഫോമൻസ് ഒന്നും ഇല്ല. നാഗാർജുനെയാണ് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വെറും പാസം കുത്തിക്കേറ്റലാണ്. ഇപ്പൊ ഒരു മാസ് പടം നല്ലതാണെന്ന് വെച്ചാൽ അതിലൊരു കിടിലൻ വില്ലൻ വേണം. അതേപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയാൽ മാത്രമേ ഈ ഒരു ജോണറിൽ വരുന്ന പടമൊക്കെ ക്ലിക്ക് ആവുള്ളൂ. ആ ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ട് പുട്ടിന്റെ ഒപ്പം തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ അവിടെ ഇവിടെ ഈ പാസം കയറ്റിയാലൊന്നും വർക്ക് ആവില്ല. ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല. ആൻഡ് ഈ സിനിമയിൽ ആകെ ഫസ്റ്റ് ഹാഫിൽ എനിക്കൊരു 2 നെഗറ്റീവ് തോന്നി. ഒന്ന്, സുനൈനയാണ് നമ്മുടെ നാഗാർജുനയുടെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കരച്ചിലും വീഴ്ചിലും കുറച്ച് കൂടുതലാണ് തോന്നി. അത് മാത്രമാണ് നെഗറ്റീവ്. പിന്നെ ഒരു വില്ലൻ ഉണ്ട്, ഭയങ്കര നിർഗുണനായിട്ടൊരു വില്ലൻ. അത് മാത്രമാണ് നെഗറ്റീവായി തോന്നി. ബാക്കി ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ പറയേ വേണ്ട, കൊണ്ടേ തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാൻ ഇന്ത്യൻ പടമായിട്ടാണ് അവർ ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ അപരാധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ പറയാം. എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല. അതിനർത്ഥം മോശം പടം എന്നല്ല. 3 മണിക്കൂറിന് വരെ 2.25 മണിക്കൂറിലൊക്കെ എടുത്തു വെച്ചെന്ന് വെച്ചാൽ പിന്നെയും നല്ല രസം ഉണ്ടായേനെ. ഇതിൽ വന്നത് ധനുഷ് ബെഗറാണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. സോ ആളെ പിടിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബിനാമിയാക്കി മാറ്റുകയാണ് നമ്മുടെ CBI ഓഫീസറായ നാഗാർജുന. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ പൊളിറ്റിക്സ് ഒക്കെ അവർ പറയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ക്ലിക്ക് ആയിട്ടില്ല എന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഫുൾ രശ്മിക മന്ദാനയുടെ വിളയാട്ടമാണ്. സോ ആ ഒരു ലെവൽ മാത്രമേ പ്രതീക്ഷിക്കാവൂ. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഇന്നലെ കുറെ പടം റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ അമിത് ചക്കാലക്കലിന്റെ അസ്ത്ര പറഞ്ഞിട്ടൊരു മലയാളം സിനിമ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. കുബേര ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ചട്ടവും നീതിയും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോർട്ട് റൂം ഡ്രാമയെന്ന് തോന്നുന്നു ഒരു തമിഴ് സീരീസ് C5 അവൈലബിൾ ആണ്. പിന്നെ ഇന്നും കുറെ പടങ്ങളൊക്കെ റിലീസ് ആവുന്നുണ്ട്. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്.